പിന്നെ യൂറോപ്യൻ ക്ലോസറ്റിനകത്ത് അരിപ്പ് വെച്ചിട്ട് അതില് ചിക്കൻ കഴുകിയിടുന്ന വേവിക്കാൻ വേണ്ടിയുള്ള ചിക്കൻ കഴുകി ഊറ്റാൻ വെക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. പൊറോട്ടയും ചിക്കനും ഒക്കെ ഉണ്ടാക്കുന്നത് അടുക്കള വെച്ചാണ്. എന്നാൽ പന്തളത്ത് ഇതൊക്കെ ഉണ്ടാക്കിയത് ശൗചാലയത്തിൽ വെച്ചാണ്, അതായത് കക്കൂസിൽ വെച്ച്. ശരിക്കും പന്തളത്ത് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികൃതർ പിടികൂടിയ ഭക്ഷണം കണ്ടാൽ ഞെട്ടിപ്പോവും. യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ മുകളിലാണ് വെള്ളം വാരാൻ വേണ്ടി ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ചിക്കൻ പാത്രത്തിൽ വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടി വെള്ളം വാരാൻ വേണ്ടി യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കുന്നു. ആ ശൗചാലയത്തിൻ്റെ അകത്ത് വെച്ച് തന്നെ മറ്റ് ചിക്കൻ്റെ ഭാഗങ്ങൾ, ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യവകുപ്പ് അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന ഒരു ഭക്ഷണശാലയാണ്. അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നവർ അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നാണ് ഈ നഗരസഭയിലെ ജീവനക്കാർ പറയുന്നത്. നഗരസഭ ജീവനക്കാർ കിട്ടിയ ചെറിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെല്ലുന്നത്. ഇവരവിടെ ചെല്ലുമ്പോൾ സാധാരണഗതിയിൽ ഹോട്ടലൊന്നുമല്ല, ഒരു ബിൽഡിങ്ങിനകത്ത് 4-5 മുറിയുണ്ട്. അവിടെ ബംഗാൾ സ്വദേശികൾ താമസിക്കുന്നു, ഭാര്യ പിള്ളേർ ഒക്കെ ഉണ്ട്. അങ്ങനെ സാധാരണഗതിയിൽ ഒരു കുടുംബമാണെന്ന് എപ്പോഴും ധരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ പരിശോധനയ്ക്ക് വേണ്ടി ഇത് അകത്തേക്ക് കയറുമ്പോഴാണ് ഒരു ഹോട്ടലിന് വേണ്ടുന്ന എല്ലാ സാമഗ്രികളും ഉണ്ട്. അവിടെ അതിനുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഗ്യാസിൻ്റെയൊക്കെ കീഴിലിരുന്ന് കളിക്കുന്നു. അവർ അലക്ഷ്യമായിട്ടിരിക്കുന്നു, ഭക്ഷണമൊക്കെ അലക്ഷ്യമായിട്ടിട്ടിരിക്കുന്നു. ഇതാണ് പാചകം ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. എന്തായാലും ശരി, ഇത് കണ്ട് അവർ പോലും ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. അതിന് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ആരോഗ്യവകുപ്പിൽ അവിടെ ചേർന്ന് അടപ്പിച്ചു, തുറക്കരുതെന്ന് പറഞ്ഞു. ഹിന്ദി അറിയാവുന്നവരെ കൊണ്ട് ഈ നഗരസഭാ ജീവനക്കാർ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി ഹോട്ടൽ അടയ്ക്കണം, 10,000 രൂപ പിഴയും ഈടാക്കി. അങ്ങനെ ഹോട്ടൽ അടച്ചിട്ട് നഗരസഭാ ജീവനക്കാർ ഓഫീസിലേക്ക് വന്നു. 6 മണിയായപ്പോഴത്തേക്ക് വീണ്ടും ഈ ഹോട്ടൽ തുറന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ കച്ചവടം ആരംഭിച്ചു. അത് ഓർത്തു നോക്കണം. നിയമത്തെ പേടിയില്ല, ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞു അതിനെ പേടിയില്ല, പിഴ കൊടുത്തു അതിനൊന്നും പേടിയില്ല. വൈകുന്നേരം വീണ്ടും കട തുറന്ന് പ്രവർത്തിച്ചു. ഇതിൻ്റെ പിന്നിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെങ്കിൽ ഇന്ന് രാവിലെ ഇതറിഞ്ഞ് വീണ്ടും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ചെന്ന് പൂർണ്ണമായും അത് സീൽ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ദൃശ്യങ്ങൾ കാണാം. ഇത് പിടിക്കാൻ പോയ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം കേൾക്കാം. ശൗചാലയത്തോട് ചേർന്ന് മുഷിഞ്ഞവർക്ക് അട്ടനിട്ട് മറച്ച ഭാഗത്തായിരുന്നു ഈ പാചകമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇത് ഭക്ഷണം വിളമ്പുന്ന ഒരു ഭാഗമാണ്. ഹോട്ടലിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ദുർഗന്ധമായിരുന്നാണ് ഇവർ പറഞ്ഞത്. പഴകിയ ചിക്കൻ ഉൾപ്പെടെയുള്ളതാണ് അവിടെ പിടിച്ചെടുത്തത്. ഈ വരാന്ത, ഇതിൻ്റെ മുറികളൊക്കെ വളരെ വൃത്തിഹീനമായിരുന്നു. ഈ പറയുന്ന ഈ സ്ഥാപനത്തിന് തൊട്ടടുത്തായിരുന്നു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം. ബംഗാൾ സ്വദേശികളായ 4 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതിൽ ആ പരിസരം മൊത്തം ബംഗാളികളെ കൊണ്ട് അക്കുമുലേറ്റ് ചെയ്തുള്ള ഒരു സിറ്റുവേഷനാണ്. അവരുടെ ഭക്ഷണമാണ് ഇവർ തയ്യാറാക്കി കൊടുക്കുന്നത്. സാധാരണഗതിയിൽ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് മലയാളികളാരും അവിടെ പോയി ഭക്ഷണം കഴിക്കാറില്ലെന്ന് അറിയാൻ കഴിഞ്ഞു. ബംഗാളികളാണ് അവിടെ ഭക്ഷണത്തിന് വേണ്ടി വരുന്നതെന്നും അറിയാൻ കഴിഞ്ഞു. പിന്നെ ഭക്ഷണത്തിന്റെ സോഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം പരിശോധന നടത്തിയപ്പോഴത്തേക്ക് ചിക്കൻ യൂറോപ്യൻ ക്ലോസറ്റിനകത്ത് അരിപ്പ് വെച്ചിട്ട് അതില് ചിക്കൻ കഴുകിയിടുന്ന വേവിക്കാൻ വേണ്ടിയുള്ള ചിക്കൻ കഴുകി ഊറ്റാൻ വെക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. വളരെ ദയനീയമായ ഒരു അവസ്ഥയിലുള്ള ഒരു സിറ്റുവേഷനാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. സാധാരണ അതിൽ പകൽ ആർക്കും അതൊരു വ്യാപാര സ്ഥാപനമാണെന്ന് നമുക്ക് ഒരു കാരണവശാലും ഉറപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ഫുഡ് ഉണ്ടാക്കുന്നത് ഈ ബാത്റൂമിൽ ഫുഡ് ഉണ്ടാക്കുന്നത് ഈ ബാത്റൂമിന് സമീപമുള്ള സ്റ്റൗ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അവിടെയാണ് 4 സിലിണ്ടർ ഗ്യാസ് അവിടെ മാലിന്യം ഉണ്ട്. എല്ലാം വളരെ അസഹനീയമായ മാലിന്യത്തിന്റെ കൂമ്പാരമായിരുന്നു. ഈ ഇവര് ഫുഡ് എന്തൊക്കെ ഫുഡ് അവർ ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ ഞങ്ങളെ പിടിച്ചെടുത്തതിൽ ചിക്കൻ, വേവിക്കാത്ത ചിക്കൻ ഉണ്ടാകുന്നത് അത് അനാരോഗ്യപരമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്നുകൊണ്ട് അതിനെ പിടിച്ചെടുത്തു. വേവിച്ചതും സ്മെല്ല് വഹിക്കുന്നതുമായ അസഹനീയമായ മണമുള്ളതുമായ പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുകയുണ്ടായി. അത് സെക്രട്ടറിയുടെ അനുമതി വാങ്ങി ഡിപ്പാർട്ട്മെന്റിലേക്ക് നശിപ്പിക്കുകയാണ്. ഇവർക്ക് ഫൈൻ കൊടുത്തിരും. എന്താണ് നടപടി? ഇനി അടുത്ത നടപടി, ഇന്നലെ നടപടിയുടെ ഭാഗമായിട്ട് 10,000 രൂപ ഫൈൻ പിഴ ചുമത്തി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കർശനമായ നിർദ്ദേശം ഞാനും FHCയിലെ മെഡിക്കൽ ഓഫീസർ ശ്രീമാൻ ഡോക്ടർ ഹരികുമാർ സാറുമായിട്ടുള്ള സംയുക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷനായിരുന്നു ഇന്നലെ നടത്തിയത്.
ഇന്നലെ അത് ഞങ്ങൾ സംയുക്തമായിട്ട് തന്നെ അവർക്ക് കർശന നിർദ്ദേശം കൊടുത്തു. പിന്നെ ഒരു കാരണവശാലും ഇനി കട തുറക്കരുത്. ഹിന്ദിയിലാണ് അതിവിടെ നിന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റി നിന്ന് ആളിനെ കൊണ്ടുപോയിട്ട് ഹിന്ദി ഭാഷയിൽ സംസാരിച്ചാണ് അവരെ ബോധ്യപ്പെടുത്തിയത്. തുറക്കില്ലെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നു. എന്നാൽ ഏകദേശം രാത്രി ഈവനിങ്ങിൽ 5-6 മണിയോടുകൂടി അവർ വീണ്ടും നിയമത്തെ വെല്ലുവിളിച്ച് അവർ തുറന്ന് പ്രവർത്തിക്കുകയുണ്ടായി. അത് പല സോഷ്യൽ മീഡിയകളിലും നമ്മുടെ അഭ്യുതാകാംക്ഷകൾ നമ്മളെ അറിയിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ 10 മണിക്ക് കൃത്യം 10 മണിക്ക് നമ്മുടെ നഗരസഭ ബഹുമാനപ്പെട്ട സെക്രട്ടറി, പിന്നെ മുനിസിപ്പാലിറ്റിയിലെ എൻ്റെ HIമാർ, പിന്നെ നമ്മുടെ FHSCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരികുമാർ സാറ്, ഇത്രയും പേരുമായിട്ട് സംയുക്തമായിട്ട് ചേർന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ഇതിന്റെ 4 നിലയുണ്ട്. ഇതിന്റെ കാണാൻ നിലയുണ്ടെന്ന് പറയാം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ റെഡി ചെയ്തപ്പം വേസ്റ്റ് ആണ്, ബീഫിന്റെ ഒക്കെ വേസ്റ്റ് ഇട്ടാണ് കട്ടിയത്. കാണാൻ നിലയുണ്ടെന്ന് പറയാം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ റെഡി ചെയ്തപ്പം വേസ്റ്റ് ആണ്, ബീഫിന്റെ ഒക്കെ വേസ്റ്റ് ഇട്ടാണ് കട്ടിയത്. എന്നാൽ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു 10 ദിവസം മുമ്പ് ഈ ഹോട്ടൽ പൂട്ടിയിരുന്നു. നേരത്തെ ഇതേപോലെ പരാതി കിട്ടി. 10 ദിവസം മുമ്പും ഇത് പൂട്ടിയിരുന്നതാണ്. അതിനുശേഷമാണ് വീണ്ടും തുറന്നത്. അന്ന് പൂട്ടിയത് അന്ന് വൈകിട്ട് വീണ്ടും തുറക്കുകയും ചെയ്തു. നഗരസഭയുടെ ഹെൽത്ത് സൂപ്പർവൈസർ SL സോൺ സുന്ദർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുജിത S പിള്ള, അമൽ P നായർ എന്നിവരും SI R മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസുമാണ് നേതൃത്വം കൊടുത്തത്. പന്തളത്തെ പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ ശുഷ്കാന്തിയും അവരുടെ ആത്മാർത്ഥതയുമാണ് ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തി ഇത് കണ്ടെത്താൻ ഇടയാക്കിയത്. ജില്ലയിൽ മറ്റൊരു മുനിസിപ്പാലിറ്റിയിലും ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. പത്തനംതിട്ട ഉൾപ്പെടെയുള്ള സ്ഥലത്ത് 1 വർഷക്കാലമായി ഹോട്ടലിൽ റെയ്ഡ് നടത്തിയിട്ട് കാരണം ഇതൊക്കെ ചില താല്പര്യങ്ങളുടെ പുറത്ത് ഒരു കടയിൽ പോലും റെയ്ഡ് നടത്താൻ വേണ്ടി പോയിട്ടില്ല. പന്തളത്തെ ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥതയെ നമുക്ക് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.